Find out the heat developed in 3 minutes by a device of resistance 920 ohm working under 230 volt. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ളത് ആദ്യമേ നമുക്ക് ടൈം തന്നിട്ടുണ്ട് അല്ലേ. ടൈം എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ്. ഓക്കെ, സോ ടൈം ഇസ് ഈക്വൽ ടു 3 മിനിറ്റ്. അപ്പൊ നമുക്കറിയാം മിനിറ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിലോട്ട് മാറ്റണം? അതിനെ ആദ്യം തന്നെ നമ്മൾ അതിനെ സെക്കൻഡിലോട്ട് മാറ്റണം. അപ്പൊ 3 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് അതിനെ എങ്ങനെ സെക്കൻഡിലോട്ട് മാറ്റാം? 3 times 60 അല്ലെ. സോ ടി ഇസ് ഈക്വൽ ടു 3 6 are 18. സോ 180 സെക്കൻഡ്. അപ്പൊ ടൈമിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് സെക്കൻഡിലോട്ട് മാറ്റി. സോ ടി ഇസ് ഈക്വൽ ടു 180 സെക്കൻഡ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ. റെസിസ്റ്റൻസ് ആർ എത്രയാണ്? ആർ എന്ന് പറയുന്നത് 920 ഓം. സോ അതാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം വർക്കിംഗ് അണ്ടർ 230 വി. അപ്പൊ ഈ വി കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തോണം, വി എന്ന് പറയുന്നത് ആരുടെ യൂണിറ്റ് ആണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ആണ് അല്ലെ. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ വി. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വി ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്? 230 വോൾട്ട്. വി ഫോർ വോൾട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എച്ച് എത്രയാന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇവിടെ വി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ടി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമ്മൾ നേരത്തെ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടി. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ തന്നിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? വി സ്ക്വയർ. വി സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കിനും 230 സ്ക്വയർ ടൈംസ് ടി. ടി എത്രയാണ്? 180 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 920. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും എത്ര വരും? എച്ച് ഇസ് ഈക്വൽ ടു 10350. അത്രയും ജൂൾസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ കൂടെ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഓർ ഇതിനെ നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം. ഇപ്പൊ ഡയറക്റ്റ് നിങ്ങൾ ഫോർമുല ഓർത്തില്ല, ഫോർ എക്സാമ്പിൾ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഈ ഫോർമുല കിട്ടിയില്ല, വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, ഈ ഒരു ഫോർമുല കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് വേറൊരു മെത്തേഡിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ആദ്യമേ നമുക്ക് അറിയാവുന്ന ഫോർമുല എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി അല്ലെ. ഈ ഒരു ഫോർമുല നമുക്ക് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഐ ഇല്ല, കറണ്ട് നമുക്ക് അറിയത്തില്ല, പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് വോൾട്ടേജും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ, ഇത് നമുക്കറിയാം അല്ലെ. സോ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ, ദാറ്റ് ഇസ് ഈക്വൽ ടു വി എത്രയാണ്? 230 ഡിവൈഡഡ് ബൈ ആർ എത്രയാണ്? 920. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ രണ്ടിനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. സോ നമുക്ക് കിട്ടുന്നത് 0.25 കറണ്ട് ആണ്. 0.25 ആംപിയർ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ കറണ്ട് കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഹീറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, ദാറ്റ് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ വന്നിട്ടുണ്ട് എന്താണ്? 0.25 the whole square times റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എത്രയാണ്? 920 ടൈംസ് ടൈം എത്രയാണ്? ടൈം തന്നിട്ടുണ്ട് 180 അല്ലെ. അപ്പൊ ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈ ആൻസർ കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10350 ജൂൾസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്കിപ്പോ ഈ ഒരു ഫോർമുല ഇൻ കേസ് നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? കറണ്ട് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കറണ്ട് കണ്ടുപിടിച്ച് സ്റ്റെപ്പ് കൂടുതൽ കൂട്ടി നമ്മൾ ടൈം കളയേണ്ട കാര്യമില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി 230 സ്ക്വയർ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഈ സീറോയും ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. പിന്നെ 230 സ്ക്വയർ കണ്ടുപിടിക്കാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇവിടെ ആകുമ്പോൾ നമ്മൾ ഇവിടെയും ഡിവൈഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമുലയിലോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും.